Good morning, dear students. So, ഇന്നത്തെ ക്ലാസ് നമുക്ക് നമ്മുടെ മാർക്കറ്റ് പീരിയഡ്, ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡിൽ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചേഞ്ചസ് വരുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഓക്കെ, സോ ഇൻ ദ ലാസ്റ്റ് ക്ലാസ് നമുക്ക് എന്തായിരുന്നു, എഫക്റ്റ് ഓഫ് ടൈം ആൻഡ് സപ്ലൈ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതിൽ മാർക്കറ്റ് പീരിയഡ്, ഷോർട്ട് പീരിയഡ്, ലോങ് പീരിയഡ്, വെരി ലോങ് പീരിയഡിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. അതേപോലെ തന്നെ സപ്ലൈ കർവ്സ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് വെറും ഒരു ഇമാജിനറി ആണ് എന്നുള്ളതാണ്. ഓക്കെ, പെർഫെക്റ്റ് കോമ്പറ്റീഷനെ കുറിച്ചിട്ട്. അതേപോലെ തന്നെ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫേം, ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഇൻഡസ്ട്രി, സപ്ലൈ കർവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് കോസ്റ്റ് ഇൻഡസ്ട്രി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ആൻഡ് ദെൻ ഇൻ ടുഡേയ്സ് ക്ലാസ് എന്ന് പറയുന്നത് പ്രൈസ് ഡിറ്റർമിനേഷൻ ബൈ ദ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്, ആര്, ഇൻഡസ്ട്രി. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ഹൗ ദി ഇൻഡസ്ട്രി ഈസ് ഡിറ്റർമൈനിങ് പ്രൈസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ എക്കണോമിക്സിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് ടെക്സ്റ്റ് കയ്യിലുണ്ടായിരിക്കണം. കാരണം ഗ്രാഫും കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അതിനനുസരിച്ച് ടെക്സ്റ്റ് വായിക്കുക. 1-2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ വായിച്ചാൽ മാത്രമാണ് എന്താണെന്നുള്ളത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുള്ളൂ. സോ എന്താണ് കാര്യം എന്നുള്ളത് ചിലപ്പോൾ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാവും, പക്ഷെ വായിക്കുമ്പോഴാണ് ഇൻ ഡെപ്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുക കേട്ടോ. അപ്പോൾ വായിക്കാതെ പോകരുത്. വായിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നമുക്ക് ആദ്യമൊക്കെ തോന്നും വളരെ ക്ലിയർ ആയ പോലെ തോന്നും, പക്ഷേ ഇൻ ഡീപ്പർ സെൻസ് നമുക്കൊന്നും തന്നെ അതിലുണ്ടാവില്ല. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഡിമാൻഡ് ഓഫ് ഓൾ ബയേഴ്സ് ടേക്കൺ ടുഗെദർ ആൻഡ് ദ സപ്ലൈ ഓഫ് ഓൾ ദ ഫേംസ് ടേക്കൺ ടുഗെദർ. ഇവിടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫേംസ് സെല്ലേഴ്സായിട്ട് ഉണ്ടായിരിക്കും. ഈച്ച് ഫേം സപ്ലൈസ് ഓൺലി എ വെരി സ്മോൾ പോർഷൻ ഓഫ് ദി മാർക്കറ്റ് ഡിമാൻഡ്, അല്ലേ? അപ്പോൾ ഇതിലെങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, where there are large number of sellers. ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പെന്നിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എത്ര ടൈപ്പ് ഓഫ് സെല്ലേഴ്സ് അതിലുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഒരു 500 പെൻ ഉണ്ടെന്ന് വിചാരിക്കാം. 500 പെൻസിൽ 50 പെൻസ്, 100 പെൻസ്, ഇതൊക്കെ ഓരോരോ കമ്പനീസിൽ നിന്ന് അവർ കളക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ വരുന്നത് എന്താണ്, ഒരു ഷോപ്പിൽ ഇത്ര കമ്പനീസ് വരുന്നുണ്ടെങ്കിൽ ഒരു എൻറ്റയർ മാർക്കറ്റിൽ എത്ര കമ്പനീസാണ് അതിലേക്ക് പ്രോഡക്റ്റ് കൊണ്ടുവരുന്നത്, അല്ലേ? ഒരു വെരി സ്മോൾ പോർഷനാണ്. ബിക്കോസ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആർ ദെയർ, സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷനും വളരെ കുറച്ച് മതി അവിടെ. മനസ്സിലാവുന്നുണ്ടോ? ഈച്ച് ഫേം സപ്ലൈസ് ഓൺലി എ വെരി സ്മോൾ പോർഷൻ ഓഫ് ദി മാർക്കറ്റ് ഡിമാൻഡ്. Hence, a single firm has no influence on the price. അപ്പോൾ ഒരു സിംഗിൾ ഫേം വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമോ? ഒരു മാറ്റം സംഭവിക്കില്ല. കാരണം എന്താണ്, അവിടെ നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്. സോ എനി വൺ പേഴ്സൺ ഓർ എനി വൺ കമ്പനി cannot make any change or bring any change in the price. അപ്പോൾ അങ്ങനെ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ, ഹയറായിട്ട് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒറ്റപ്പെടും. കുറവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഇവരിനെ സമ്മതിപ്പിക്കില്ല, പ്രോഡക്റ്റ് മാർക്കറ്റിൽ സെയിൽ ചെയ്യാനായിട്ട് സമ്മതിപ്പിക്കില്ല. അത് കോമ്പറ്റീറ്റേഴ്സ് എല്ലാവരും കൂടി എടുക്കുന്നൊരു തീരുമാനമായിരിക്കും. ഓക്കെ, സോ പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ്. അപ്പോൾ പ്രൈസ് ആരെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? പ്രൈസ് ഇസ് ഡിറ്റർമൈൻഡ് by the demand of all buyers taken together and the supply of all the firms
taken together. അപ്പോൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യണത് ആരാണ്? എല്ലാ ബയേഴ്സും എല്ലാ സെല്ലേഴ്സും എല്ലാവരുടെയും കൂടി ഒരുമിച്ച് നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ് വി ആർ ഡിറ്റർമൈനിങ് എ പ്രൈസ് എന്നുള്ളത്. അപ്പോൾ മനസ്സിലായി ആ കാര്യങ്ങൾ? ഓക്കെ. അപ്പോൾ പ്രൈസ് ഡിറ്റർമിനേഷൻ ബൈ ദ ഇൻഡസ്ട്രി അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ ദർ വിൽ ബി നമ്പർ ഓഫ് സെല്ലേഴ്സ് ഇൻ ദി മാർക്കറ്റ്. ഈച്ച് സെല്ലർ വിൽ ബ്രിങ് ഇൻ ഓൺലി എ വെരി സ്മോൾ പോർഷൻ. അവരുടെ പ്രോഡക്റ്റിൻ്റെ വളരെ ചെറിയൊരു പോർഷൻ മാത്രമേ മാർക്കറ്റിലേക്ക് അവർ സപ്ലൈ ചെയ്യുന്നുള്ളൂ. ബിക്കോസ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ആർ ദേ. ഓക്കെ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാർക്കറ്റിൽ 10 പേരുണ്ടെന്ന് വിചാരിക്കാം. ഒരു 100 യൂണിറ്റ്സ് ആവണമെന്നുണ്ടെങ്കിൽ 10 പേരും 10 യൂണിറ്റ് വെച്ച് കൊണ്ടുവരിക. കാര്യം ക്ലിയറായി. ഓക്കെ. നേരെ മറിച്ച് മൊണോപ്പൊളി ആണെന്നുണ്ടെങ്കിൽ നമുക്കിതൊക്കെ കൂടി ഈ 100 യൂണിറ്റും ഒരൊറ്റ സിംഗിൾ സെല്ലറെ അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷേ മേടിക്കാനായിട്ട് ഇഷ്ടംപോലെ ബയേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ബയേഴ്സും കൂടുതലുണ്ടായിരിക്കും, നമ്പർ ഓഫ് സെല്ലേഴ്സും കൂടുതലുണ്ടായിരിക്കും. സോ പ്രൈസ് cannot be changed or we cannot bring in any change under the price. ഒരു സിംഗിൾ കമ്പനിക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ ആരെ ഡിറ്റർമൈൻ ചെയ്യാം? ഡിമാൻഡിനെ ബേസ് ചെയ്ത് ഓൾ ദി സെല്ലേഴ്സ് ആൻഡ് ഓൾ ദി ബയേഴ്സ് ആർ ടേക്കൻ ടുഗെദർ. അവരൊരുമിച്ച് എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അപ്പോൾ എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മാർഷൽ വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. മാർഷൽ അനലൈസ്ഡ് ദ പ്രൈസിങ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദ 3 periods of time. First one is market period, second one is short period and third one is long period. അപ്പോൾ മാർഷൽ അനലൈസ് ചെയ്തിട്ടുള്ളത് 3 പീരിയഡിനെ ബേസ് ചെയ്തിട്ടാണ്. എന്താണ് മാർക്കറ്റ് പീരിയഡ്? ഓക്കെ. എന്താണ് ഷോർട്ട് പീരിയഡ്? എന്താണ് ലോങ് പീരിയഡ്? അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിൻറ്റ് നോക്കാം. പ്രൈസ് ഡിറ്റർമിനേഷൻ ഡ്യൂറിങ് മാർക്കറ്റ് പീരിയഡ്. മാർക്കറ്റ് പീരിയഡിൽ എങ്ങനെയാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ മാർക്കറ്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏകദേശം ഒരു സിംഗിൾ ഡേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഡ്യൂറിങ് ദ മാർക്കറ്റ് പീരിയഡ്, സേ ഫോർ എക്സാമ്പിൾ എ സിംഗിൾ ഡേ ദ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി ഇസ് ഫിക്സ്ഡ്. അപ്പോൾ ഒരു ദിവസം മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവിടെ വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ്. സോ ഒരു എക്സാമ്പിളായിട്ട് മനസ്സിൽ കരുതാം, നമ്മുടെ പെരിഷബിൾ ഗുഡ്സ് ആണ്. ഓക്കെ. പെരിഷബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അധികം നേരം നമുക്ക് അതിനെ എന്താ പറയുക, വി കനോട്ട് കീപ്പ് ഇറ്റ് അസൈഡ് ഫോർ എ ലോങ്ങർ പീരിയഡ്. പെട്ടെന്ന് നാശമായി പോവും. ഓക്കെ. ഇറ്റ് മേ സ്റ്റേ ഓൺലി ഫോർ 1 or 2 days. അത് കഴിഞ്ഞാലൊന്നും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് മാറ്റം തുടങ്ങും. സോ നമുക്കത് പരമാവധി അന്നത്തെ ദിവസം തന്നെ സെയിൽ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ വരുന്ന ഒരു എക്സാമ്പിൾ നമുക്ക് ഫിഷൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിളായിട്ട് എടുക്കാം. ഓക്കെ. എക്സാമ്പിളിലേക്കൊക്കെ ഞാൻ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? മാർക്കറ്റ് പീരിയഡാണ്. ഇതിൽ സപ്ലൈ ഓഫ് എ കമ്മോഡിറ്റി എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഇൻ അതർ വേർഡ്സ്, ദ സപ്ലൈ ഈസ് പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക്. എലാസ്റ്റിക് അല്ല, പെർഫെക്റ്റ്ലി ഇൻഎലാസ്റ്റിക്. ഹെൻസ് പ്രൈസ് ഡിപ്പെൻഡ്സ് ഓൺ ദി ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് സപ്ലൈ ഹാസ് നോ റോൾ ഇൻ ദ പ്രൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? സപ്ലൈ ഫിക്സഡ് ആണ്. പക്ഷേ പ്രൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് പ്രൈസ് ഫിക്സ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ സപ്ലൈന് റോളൊന്നും ഇല്ല എന്നാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഓക്കെ. അല്ല, റോളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ്, എന്താണ് റോൾ എന്നുള്ളത് നോക്കാം. ദ റോൾ ഓഫ് സപ്ലൈ ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദി കമ്മോഡിറ്റി. ഈ റോൾ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. ഇഫ് ദ കമ്മോഡിറ്റി ഇസ് പെരിഷബിൾ ലൈക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, fish, it cannot stay fresh
for some time. അപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഫിഷ് ആയാലും കുറച്ച് നേരമൊക്കെ നമ്മൾ ഐസിട്ടിട്ടൊക്കെ വെക്കാം. ഫിഷ് ആണെന്നുണ്ടെങ്കിൽ, വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ 1 or 2 days നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് തുടങ്ങും, അതിൻ്റെ രൂപങ്ങളൊക്കെ മാറാനായിട്ട് തുടങ്ങും. ഓക്കെ, ആൻഡ് ദെൻ അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് റോൾ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് എന്താ പറയുക, ഈ കമ്മോഡിറ്റി പെരിഷബിൾ ആയതുകൊണ്ട് നമുക്ക് ദാറ്റ് ഈസ് മോർ ക്വാണ്ടിറ്റി നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇത് പെരിഷബിൾ ആണെന്ന് വിചാരിച്ചിട്ട് തീരെ കുറവായിട്ടും നമുക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. സോ അക്കോർഡിംഗ് ടു അവർ സെയിൽ ടൈം, നമ്മുടെ ആ പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം, ഏകദേശം എത്ര പേര് ഇത് ഡിമാൻഡ് ചെയ്യും എന്നുള്ളൊരു ഏകദേശം കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഹെൻസ് ഇറ്റ്സ് എൻറ്റയർ സപ്ലൈ മസ്റ്റ് ബി സോൾഡ് അറ്റ് ദ സെയിം ടൈം. അപ്പോൾ ഇവിടെ പറയുന്നത് പെരിഷബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം തന്നെ അത് വിറ്റ് തീർക്കേണ്ടതാണ്. ഇൻ ദിസ് കേസ് ദ സപ്ലൈ കർവ് ഓഫ് ദി കമ്മോഡിറ്റി എന്ന് പറയുന്നത് വെർട്ടിക്കൽ ലൈനാണ്. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാൻഡ് സ്ട്രെയിറ്റ്. വെർട്ടിക്കൽ ലൈൻ, അതിന് ഒരു കേർവ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ സപ്ലൈ കർവ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ സ്റ്റാൻഡ് സ്ട്രെയിറ്റ് ബിക്കോസ് ദർ ഇസ് നോ ചേഞ്ചസ്. കാരണം സപ്ലൈ അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ 1000 rupees ഫിഷ് അല്ലെങ്കിൽ ഒരു 5000 rupees ഫിഷാണ് ഒരു ദിവസം അയാൾ സെയിലിന് വേണ്ടി കൊണ്ടുവരുന്നതെങ്കിൽ ഒരു ഈവനിങ് ടൈം 5 to 7 വരിക്കും അല്ലെങ്കിൽ 5 to 6:30 വരിക്കും അയാൾക്ക് നല്ല ഡിമാൻഡുള്ളൊരു സമയമാണ്. അയാൾ നിൽക്കുന്നത് നല്ല ഒരു ജംഗ്ഷനിലാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി കഴിഞ്ഞ് ആ വഴിക്ക് ബസ് ഇറങ്ങി, അതല്ലാന്നുണ്ടെങ്കിൽ ആ വഴി കൂടെ പാസ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല കച്ചവടം ഉള്ള സമയം എപ്പോഴാണ്? ഒരു 5 മണി മുതൽ 7 മണി, 6:30, 7 മണി വരയ്ക്കും അയാളുടെ പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടുതലുള്ള സമയമാണ്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ 7 PM? 7 മണി, രാത്രി 7 മണി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വീട്ടിലെത്തേണ്ടവരൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. ആ സമയത്തൊന്നും അധികം ആൾക്കാർ നമുക്ക് 5 മണി 6 മണി നേരത്ത് കാണുന്ന അത്ര തിരക്കും ബഹളമൊന്നും 7 മണി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവില്ല. സോ മാക്സിമം 8 മണി വരയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ജംഗ്ഷനിൽ നിൽക്കാവുന്നതാണ്. പക്ഷേ 8 മണി കഴിഞ്ഞാൽ ബാക്കിയുള്ള മീനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? 7 o'clock കഴിഞ്ഞാൽ തന്നെ ക്വാണ്ടിറ്റി പതുക്കെ അയാൾ കൂട്ടി തുടങ്ങും. ദാറ്റ് ഈസ് പ്രൈസ് പതുക്കെ ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങും. കാരണം അയാളുടെ കാര്യങ്ങൾ വിറ്റ് പോവാനുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അയാൾ ഇത് ഐസ് ബോക്സിൽ വെക്കാത്തൊരു വ്യക്തിയാണ്, കൊണ്ടുവരുന്നത് അന്ന് തന്നെ തീർക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, വിറ്റ് തീർക്കുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു 6:30, 7 ഒക്കെ ആകുമ്പോഴേക്കും പതുക്കെ ഇയാൾ എന്ത് ചെയ്യും? ക്വാണ്ടിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും, പ്രൈസ് ഡിക്രീസ് ചെയ്യാനും തുടങ്ങും. എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കാനുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദ റോൾ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് അയാൾ എന്ന് 5000 rupees കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അയാൾ 5000 rupees ഫിഷ് ആയിരിക്കും കൊണ്ടുവരാം. സോ ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ സപ്ലൈ. അപ്പോൾ സപ്ലൈ കർവ് വിൽ ഓൾവേസ് സ്റ്റാൻഡ് വെർട്ടിക്കൽ ബിക്കോസ് ദർ ഇസ് നോ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പോൾ ആകെ കൂടി ചേഞ്ച് വരുന്നത് എപ്പോഴാണ്? ഒരു 5 to 6:30 എന്ന് പറയുന്നത് പീക്ക് ടൈമാണ്. സോ അയാൾക്ക് ഫിക്സ് ചെയ്യാം അയാളുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, ഇതൊക്കെ അയാൾക്ക് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ 6:30 കഴിഞ്ഞിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അയാൾ പ്രൈസ് റെഡ്യൂസ് ചെയ്യും. ആൾക്കാർക്ക് 2 or 3 എക്സ്ട്രാ ഇട്ട് കൊടുത്ത് തുടങ്ങും. അങ്ങനെ കൂടുതൽ കൊടുത്ത് അത് സംഭവം അവസാനിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. സോ പ്രൈസിൽ ഒരു ദിവസം തന്നെ ചിലപ്പോൾ 2 or 3 രീതിയിലുള്ള മാറ്റങ്ങൾ പ്രൈസിൽ വന്ന് തുടങ്ങും. അപ്പോൾ മനസ്സിലായോ? ഇനി നിങ്ങൾ ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MS എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളൊരു പോയിൻ്റ് ഉണ്ട്. അതാണ് മാർക്കറ്റ് പീരിയഡ് സപ്ലൈ കർവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് വെർട്ടിക്കൽ. The vertical shape of the supply curve indicates that whatever the price is fixed, supply is to be sold in the market. Now, the price will depend on the demand curve alone. Higher the demand, the more will be the price, and lower the demand, the lesser will be the price. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഫിക്സഡ് ആയിരിക്കും. എന്ത്? സപ്ലൈ ഫിക്സഡ് ആണ്. അയാൾ എത്ര ക്വാണ്ടിറ്റി കൊണ്ടുവന്നാലും അല്ലെങ്കിൽ അയാൾ അന്നത്തെ ദിവസത്തെ ക്വാണ്ടിറ്റിയിൽ വേറെ മാറ്റമൊന്നും വരില്ല.
ചിലപ്പോൾ അയാളുടെ മീൻ 6 മണിയാകുമ്പോഴേക്കും വിറ്റ് തീർന്നിട്ടുണ്ടായിരിക്കാം. അത് വിചാരിച്ചിട്ട് ഇയാൾ വീണ്ടും വീട്ടിൽ പോയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും ഫിഷ് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ സെയിൽ ചെയ്യാനായിട്ട് നിൽക്കില്ല. ചില ദിവസം വേഗം സെയിൽ നടക്കാം, ചില ദിവസം സെയിൽ കുറഞ്ഞേക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ അയാളുടെ സപ്ലൈയിൽ ഒരു മാറ്റം സംഭവിക്കുന്നില്ല. വാട്ട് എവർ ക്വാണ്ടിറ്റി ഈസ് സപ്ലൈഡ് ഇൻ ദി മാർക്കറ്റ് ഹാസ് ടു ബി സോൾഡ് എന്നുള്ളതാണ്. സോ അതിൻ്റെ ഡിമാൻഡ് ആൻഡ് പ്രൈസ് ഒക്കെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഡിമാൻഡ് ഇൻക്രീസ്ഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസും നമ്മൾ എന്താ പറയുക, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഡിമാൻഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസും നമ്മൾ റെഡ്യൂസ് ചെയ്യേണ്ട സിറ്റുവേഷനാണ്. സോ ഇതിലെ ഡി എന്ന് പറയുന്ന പോയിൻ്റാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് പറയുന്നത് OQ ആണ്, അത് ഫിക്സഡ് ആണ്. ദെൻ ദ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് OP. അവിടെ ദാറ്റ് ഈസ് ഇഫ് ഡിമാൻഡ് ഇൻക്രീസസ് ടു D1, supply remains the same. The price will increase to OP1. If the demand decreases to D2, the price will fall to OP2. അപ്പോൾ OP എന്ന് പറയുന്നത് നോർമൽ പ്രൈസ് ആണ്. OP1 എന്ന് പറയുന്നത് പ്രൈസ് ഇൻക്രീസ് ചെയ്യാം. OP2 എന്ന് പറയുന്നത് പ്രൈസ് ഡിക്രീസ്ഡ് ആവാം. കാരണം ഡിമാൻഡ് കുറഞ്ഞു, അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൈസും റെഡ്യൂസ് ആകുന്നൊരു സിറ്റുവേഷൻ. പക്ഷേ ഇവിടെ ഒന്നും മാറ്റം വരാത്തത് എന്താണ്? സപ്ലൈ. സപ്ലൈ റിമെയിൻസ് ഫിക്സ്ഡ്. ദസ് ഇൻ മാർക്കറ്റ് പീരിയഡ് സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആൻഡ് ദ ഡിമാൻഡ് എലോൺ ഡിറ്റർമൈൻസ് എ പ്രൈസ്. അപ്പോൾ അവിടെ റൂൾ ചെയ്യുന്നത് ആരാണ്? ഡിമാൻഡാണ് റൂൾ ചെയ്യുന്നത്. ഡിമാൻഡാണ് ഏത് പ്രൈസിന് നിങ്ങൾ പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ളത്. ഡിസിഷൻ പവർ ആർക്കാണ് അവിടെ ഉള്ളത്? ഡിമാൻഡിനാണ്. ഓക്കെ, ഹിയർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡു നോട്ട് കം ഇൻ ദി പിക്ചർ അറ്റ് ഓൾ. അപ്പോൾ ഇവിടെ ഇയാൾക്ക് വരുന്ന കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം, ലേലം വിളിക്കണം, ലേലത്തിൽ നിന്ന് മീൻ കച്ചവടമാക്കണം, അത് കഴിഞ്ഞവിടേക്ക് കൊണ്ടുവരണം, അതിലേക്ക് ഇനീഷ്യലി ആവശ്യമായിട്ടുള്ള കുറച്ച് ഐസും കാര്യങ്ങളൊക്കെ വേണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിലേക്ക് വരുന്ന എക്സ്പെൻസസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പിക്ചറിലേക്കേ വരുന്നില്ല. ഇവിടെ പിക്ചറിലുള്ള സംഭവങ്ങളൊക്കെ എന്താണ്? വാട്ട് ഈസ് the quantity supplied in the market that has to be sold എന്നുള്ളതാണ്. And the price will be determined according to the demand. Only the price and demand will change and the supply എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് that will be fixed എന്നുള്ളതാണ്. അതിൽ സപ്ലൈ കർവിൽ ഒരു മാറ്റം സംഭവിക്കില്ല. ഇനി ഇത് പെരിഷബിൾ ഗുഡ്സിൻ്റെ കേസാണ് ഞാനീ പറഞ്ഞത്. സെക്കൻഡ് തിങ്, ഇപ്പോൾ ഗുഡ്സ് എന്ന് പറയുന്നത് പെരിഷബിൾ അല്ല, ഡ്യൂറബിൾ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് എടുത്തു വയ്ക്കാം എന്നുണ്ടെങ്കിൽ, ഇഫ് ദ കമോഡിറ്റി ഈസ് ഡ്യൂറബിൾ ലൈക്ക് വീറ്റ്, ഇറ്റ് ക്യാൻ ബി സ്റ്റോർഡ്. നമുക്ക് ചില പ്രോഡക്ട്സ് നമ്മൾ വിചാരിച്ച പോലെ എന്താ പറയുക പെരിഷബിൾ അല്ല, പക്ഷെ നമുക്ക് കുറച്ച് കാലം കൂടി സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ, then the supply curve will not be a straight line. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ സപ്ലൈ കർവ് എന്താവില്ല? സ്ട്രെയിറ്റ് ലൈനായിട്ട് നിൽക്കില്ല, വെർട്ടിക്കലായിട്ട് നിൽക്കില്ല. തുടക്കത്തിൽ അത് കർവ്ഡ് ആയിരിക്കും. ഇറ്റ് വിൽ ബി കർവ്ഡ് ഇൻ ദ ബിഗിനിങ് ആൻഡ് ഇറ്റ് വിൽ ടേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ ലേറ്റർ. ഇഫ് ദ ഗുഡ്സ് ആർ ഡ്യൂറബിൾ, the seller will fix a reserve price below which he does not sell if the prices fall still further. If the price is very high, he sells the whole stock. But if the price falls too low, he will fix his reserve price below which he does not sell his goods at all. വളരെ സിമ്പിളായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ഡ്യൂറബിൾ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇഫ് വി ക്യാൻ put the products in the warehouse and if we can store it for a longer period, കുറച്ച് നാളത്തേക്കും കൂടിയും നമുക്ക് ആ പ്രോഡക്റ്റ് നാശാവാതെ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ സാധിക്കും എന്ന തരത്തിലുള്ള പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ, ഇനിഷ്യലി സപ്ലൈ കർവ് എന്ന് പറയുന്നത് എന്താ പറയുക, ചെറിയ കർവ് രൂപത്തിലാണ്. പിന്നീട് അത് എന്തായി മാറും? സ്റ്റേബിളായിട്ടുള്ളൊരു പൊസിഷനിലേക്ക് എത്തും. അതായത് ഇവിടെ സെല്ലർ എന്താണ് ചെയ്യുന്നതെങ്കിൽ, സെല്ലർ ഫിക്സ് എ റിസർവ് പ്രൈസാണ്. ഒരു റിസർവ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ട്.
ഈ റിസർവ് പ്രൈസിനേക്കാളും കൂടാണെന്നുണ്ടെങ്കിൽ സപ്ലൈ ഇൻക്രീസ് ചെയ്യും. അയാൾ ആ പ്രൈസ് കൂടുന്ന വിലയ്ക്ക് എന്ത് ചെയ്യും, പരമാവധി ഗുഡ്സ് സെയിൽ ചെയ്ത് തീർക്കാനായിട്ട് അയാൾ നോക്കും. ഓക്കെ, ഇനി ആ ലെവലിനേക്കാളും കുറച്ചും കൂടിയും താഴ്ന്നു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യും, പതുക്കെ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കും, പ്രൈസ് കൂടുമ്പോൾ വിൽക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിസർവ് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറയാണെന്നുണ്ടെങ്കിൽ, പ്രൈസ് ഇനിയും കുറയാണെന്നുണ്ടെങ്കിൽ ഹി ഈസ് നോട്ട് റെഡി ടു സപ്ലൈ അറ്റ് ദി ലോവസ്റ്റ് പ്രൈസ്. അയാൾ റെഡിയല്ല, കാരണം റിസർവ് പ്രൈസിനേക്കാളും താഴത്തേക്ക് വന്നാൽ അയാൾക്ക് നഷ്ടം സംഭവിക്കും. സോ ഹി ഈസ് നോട്ട് അറ്റ് ഓൾ റെഡി ടു സെൽ ഹിസ് പ്രോഡക്ട്സ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, വേണ്ട, ഇന്ന് കച്ചവടം വേണ്ട, മതി, സാധനങ്ങളെടുത്ത് അവിടെ എടുത്തു വെച്ചു. വെൻ ദ പ്രൈസ് ഇൻക്രീസസ് ഹി വിൽ സെൽ ദി പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പ്രൈസ് കൂടാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്ലൈ കൂട്ടും. ഇനി പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിലേക്കുള്ള സപ്ലൈ നമ്മൾ കുറയ്ക്കും. ഇനിയും പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ സപ്ലൈ ചെയ്യില്ല. കാരണം എന്താണ്, വി ആർ നോട്ട് റെഡി ടു സെൽ അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിൻറ്റ്. സോ വി ആർ റെഡി ടു സെൽ അവർ പ്രോഡക്ട്സ് ഓൺലി വെൻ ദി പ്രൈസസ് ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ അതാണ് ഈ 3 വേരിയേഷൻസ് നമുക്കതിൽ വരുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം. ഇഫ് ദി കമ്മോഡിറ്റി ഈസ് ഡ്യൂറബിൾ and it can be stored എന്നുണ്ടെങ്കിൽ then the supply curve will not be a straight line, it will be curved in the beginning. കാരണം അതിനനുസരിച്ച് നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരും. പ്രൈസ് കൂടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സപ്ലൈ കൂട്ടും, പ്രൈസ് കുറയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കുറയ്ക്കും. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ വരുമ്പോൾ എപ്പോഴാണ്, എന്നിട്ട് ഒരു പർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി പിന്നെ സപ്ലൈ ചെയ്യുന്നില്ല, അപ്പോൾ അവിടെ നിർത്തും നമ്മൾ. അതാണ് പറയുന്നത്. It will take a straight line later as shown in the figure. If the goods are durable, the seller will fix a reserve price below which he does not sell if the prices fall still further എന്നുള്ളതാണ്. If the price is very high, he sells the whole stock. ആ പ്രൈസ് ഹൈ ആയി നിൽക്കുന്ന സമയത്ത് മാക്സിമം ഇയാൾ എന്ത് ചെയ്യും, വിറ്റ് തീർക്കാനായിട്ട് നോക്കും. But if the price falls too low, he will fix his reserve price below which he does not sell his goods at all. ആ ഒരു പർട്ടിക്കുലർ പ്രൈസിനേക്കാളും താഴത്തേക്കാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കമ്മോഡിറ്റിയുടെ പ്രൈസ്, ഹി ഈസ് നോട്ട് അറ്റ് ഓൾ വില്ലിങ് ടു സെൽ ഹിസ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സപ്ലൈ കൂടില്ല, സപ്ലൈ അവിടെ വെച്ച് അയാൾ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയാണ്. SS എന്ന് പറയും. പിന്നെ ഈ ഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനാണ്. SS എന്ന് പറയുന്നത് അതിൻ്റെ സപ്ലൈ കർവ് ഫോർ ഡ്യൂറബിൾ ഗുഡ്സ് ആണ്. OQ എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി സപ്ലൈഡ് ആണ്. OP1 എന്ന് പറയുന്നത് സപ്ലൈ ഇൻക്രീസസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദി പ്രൈസ്. അപ്പോൾ ഇയാൾക്കൊരു 1000 യൂണിറ്റ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. പ്രൈസ് കൂടുമ്പോൾ ദറ്റ് ഈസ് ഈ 1000 യൂണിറ്റ്സിൽ അയാൾ എന്ത് ചെയ്യണം, മാക്സിമം ഇയാൾ ആ ഒരു പ്രൈസിന് സെയിൽ ചെയ്യാനായിട്ട് നോക്കുന്നൊരു സമയമാണ്. ഇനി അറ്റ് OS price no goods are sold as whole stock is kept back. പിന്നെ അതിന് വരുന്നത് റേറ്റ് കുറയാണ്. റേറ്റ് കുറയുക എന്ന് പറയുന്നത് ഇയാൾ ഫിക്സ് ചെയ്തതിനേക്കാളും കുറവാണ്. സോ ഇയാളുടെ പ്രോഡക്ട്സിന് എത്ര ബാക്കിയുണ്ടെന്നുണ്ടെങ്കിലും ഹി ഈസ് നോട്ട് വില്ലിങ് ടു സെയിൽ അറ്റ്ലീസ്റ്റ് 1 ഓൾസോ. സോ ദ ഹോൾ സ്റ്റോക്കും ഇയാൾ എന്ത് ചെയ്യാണ്, എടുത്തു വയ്ക്കുകയാണ് ബൈ ദ സെല്ലർ ബിക്കോസ് ദ പ്രൈസ് ഫോൾസ് ടു ലോ. At OP1 എന്ന് പറയുന്നത് stock is offered for sale because price is very high. Above OP1 price quantity supply remains the same whatever may be the price. ഇനി OP1നേക്കാളും കൂടുതൽ പ്രൈസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് തന്നിട്ടുള്ള സപ്ലൈ എത്രയാണോ അത്ര തന്നെ ഇയാൾക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇയാൾ സെയിൽ ചെയ്യാനായിട്ട് പറ്റില്ല. സോ DD എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ് ആണ്. ഇതിൽ OP എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം പ്രൈസ് ആണ്. എവിടെയാണോ ഡിമാൻഡും സപ്ലൈയും ഈക്വൽ ആകുന്ന ഒരു പോയിന്റ്, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം പ്രൈസ്. അറ്റ് ദിസ് പ്രൈസ് OM ഇസ് സോൾഡ് ആൻഡ് MQ ഇസ് ഹെൽഡ് ബാക്ക്. ഇഫ് ദ ഡിമാൻഡ് ഇൻക്രീസസ് ടു D1, the whole stock is sold at higher prices. If demand falls എന്നുണ്ടെങ്കിൽ the price OM1 quantity is sold and M1Q goods are held back from the market.
അപ്പോൾ പ്രൈസ് ഇനിയും താഴെയാണെന്നുണ്ടെങ്കിൽ സെയിൽ ചെയ്യുന്നില്ല, പ്രൈസെല്ലാം നമ്മൾ പ്രോഡക്റ്റ് എല്ലാം നമ്മൾ എടുത്തു വയ്ക്കുകയാണ്. ഇനി ഫ്യൂച്ചറിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാം. ഓക്കെ, ഇതാണ് ഇവിടെ ഈ ഗ്രാഫിലൂടെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇൻ ദ ഷോർട്ട് പീരിയഡ്. അപ്പം മാർക്കറ്റ് പീരിയഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസത്തെ കാര്യമാണ്. ആ ഒരു ദിവസത്തെ കാര്യം എന്ന് പറയുന്നത് പെരിഷബിൾ ഗുഡ്സിനാണ്. ഇനി ആ ഒരു ദിവസമായാലും പെരിഷബിൾ ഗുഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം എന്തൊക്കെ പ്രൈസിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ അതിനനുസരിച്ച് അയാളുടെ കയ്യിലുള്ള ടോട്ടൽ സപ്ലൈയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ അയാൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫർദറായിട്ടുള്ള ഒരു സപ്ലൈ അവിടെ നടക്കുന്നില്ല. അയാൾക്ക് കൊടുത്ത സപ്ലൈയിൽ അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഇൻക്രീസോ ഡിക്രീസോ അയാൾക്ക് ഡിസൈഡ് ചെയ്യാം. ക്ലിയർ? ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഷോർട്ട് പീരിയഡാണ്. ഷോർട്ട് പീരിയഡിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻ ദ ഷോർട്ട് പീരിയഡ് ദ ഫേം ഈസ് ഏബിൾ ടു ചേഞ്ച് ഇറ്റ്സ് സപ്ലൈ ബട്ട് ഡസ് നോട്ട് ഹാവ് ടൈം ടു ചേഞ്ച് ദ സ്കെയിൽ ഓഫ് പ്ലാന്റ്. സോ ഇവിടെ വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇയാളുടെ മിഷനറിയുടെ കപ്പാസിറ്റിയാണ്. ഓക്കെ, മിഷനറിയുടെ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഇയാൾക്ക് എന്താണ്, ദാറ്റ് ഈസ് എന്തെങ്കിലും ചേഞ്ചസ് വേണമെന്നുണ്ടെങ്കിൽ ഇഫ് ദ ഫേം ഇസ് ഏബിൾ ടു ചേഞ്ച് ഇറ്റ് സപ്ലൈ ബട്ട് ഡസ് നോട്ട് ഹാവ് ടൈം ടു ചേഞ്ച് ദി സ്കെയിൽ ഓഫ് ഔട്ട് പ്ലാന്റ്. അപ്പോൾ ഒരു പ്ലാന്റിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. പ്ലാന്റ് കപ്പാസിറ്റി മാറ്റാനുള്ള സമയം ഇയാൾക്കില്ല. സേ ഫോർ എക്സാമ്പിൾ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് കപ്പാസിറ്റി ഉള്ള ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറിയാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ യു ക്യാൻ നോട്ട് ഇൻക്രീസ് ഇറ്റ് മൂവ് ഫർദർ ടു 2000 യൂണിറ്റ്സ് എന്നുള്ളത്. 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയാണ്. പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 800 യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ, ഡിമാൻഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 800 മാക്സിമം എത്ര വരയ്ക്ക് എത്തിക്കാൻ പറ്റും? 1000 വരയ്ക്ക് എത്തിക്കാൻ പറ്റും. ഇനി ഡിമാൻഡ് കുറയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ദാറ്റ് ഈസ് 1000-നേക്കാളും എത്രയാണോ താഴ്ന്ന രീതിയിൽ വരുന്നത് അത്രയും കുറവ് ഇയാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഇവിടെ സപ്ലൈയിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. ഇനി അതിനോട് റിലേറ്റ് ചെയ്തിട്ട് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുന്നത് എന്നുള്ളത് നോക്കാം. Hence, the supply can be increased with the help of existing plant. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്ലാന്റ് യൂസ് ചെയ്തിട്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന ചെറിയ മാറ്റങ്ങൾ എന്താണെന്നുള്ളത് നോക്കാം. This means that the firm can increase the production and supply in the short period only by making intensive use of the existing plant and equipment and increasing the variable factors. അപ്പോൾ നമ്മൾ ഫിക്സ്ഡ് ഫാക്ടേഴ്സ് അവിടെ തന്നെ വെച്ച് വേരിയബിൾ ഫാക്ടേഴ്സിൽ കൊണ്ടുവരുന്ന ചെറിയ മാറ്റങ്ങൾ യൂസ് ചെയ്തിട്ടാണ് വി ആർ ബ്രിങ്ങിങ് ദി ചേഞ്ചസ് എന്നുള്ളതാണ്. ഫർദർ ദ നമ്പർ ഓഫ് ഫേംസ് വിൽ ബി ഫിക്സ്ഡ് ബിക്കോസ് ന്യൂ ഫേംസ് വിൽ നോട്ട് ഹാവ് ടൈം ടു എൻറ്റർ ഇൻ ടു ദ ഇൻഡസ്ട്രി ആൻഡ് ദ എക്സിസ്റ്റിംഗ് ഫേംസ് ഹാവ് നോ ടൈം ടു ലീവ് ദ ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രി ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് പുതിയ ഫേമുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അതേപോലെ തന്നെ ഇതിൽ നിലനിൽക്കുന്ന ഫേംസിനെ അവസാനിപ്പിച്ച് പോകാനുള്ള സമയം ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, thus the supply can be changed to a certain extent only. അപ്പോൾ സപ്ലൈ എന്ന് പറയുന്നത് നമുക്കൊരു പർട്ടിക്കുലർ ലിമിറ്റ് വരയ്ക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന നമ്മുടെ കപ്പാസിറ്റി ഉള്ളൊരു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ നമ്മളൊരു ആവറേജ് ആയിട്ട് നമ്മളൊരു 600 അല്ലെങ്കിൽ 700 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇഫ് ദ ഡിമാൻഡ് ഇൻക്രീസസ് നമുക്കതിൽ വേരിയബിൾ ഇൻപുട്സിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് 700 എന്നുള്ളത് 800 900 മാക്സിമം 1000 വരെയും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യിക്കാം, അല്ലേ? അത്രയല്ലേ പറ്റുള്ളൂ. ആൻഡ് ദെൻ ഇനി അതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് 700-നേക്കാളും ദാറ്റ് ഈസ് ഡെയിലി പ്രൊഡക്ഷൻ നടക്കുന്നത് 700 ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും താഴത്തേക്ക് നമുക്ക് അത് കുറയ്ക്കാനായിട്ടും സാധ്യതകളുണ്ട്. പക്ഷേ എത്ര കുറച്ചാലും ഫിക്സ്ഡ് ചാർജസ് ഇൻകർ ചെയ്തുകൊണ്ടേയിരിക്കും.
എത്ര കൂടിയാലും ഫിക്സ്ഡ് ചാർജസിൽ മാറ്റം വരുന്നില്ല, വേരിയബിൾ ഫാക്ടേഴ്സിൽ മാത്രമാണ് അവിടെ മാറ്റം വരുന്നത്. പ്രൈസ് ഡിറ്റർമൈൻഡ്, ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സപ്ലൈ കർവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ സപ്ലൈ കർവ് വിൽ ബി അപ്വേർഡ് സ്ലോപ്പിംഗ്, എലാസ്റ്റിക് ആയിരിക്കും. പ്രൈസ് ഡിറ്റർമൈൻഡ് ഇൻ ദ ഷോർട്ട് പീരിയഡ് ഇസ് കോൾഡ് ദ ഷോർട്ട് റൺ നോർമൽ പ്രൈസ്. The short run equilibrium price is the price at which the demand and supply intersect എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ഗ്രാഫും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നോക്കാം. The short period normal price is determined by the interaction of short period supply and short period demand curve. അപ്പോൾ ഇതിൽ വരുന്ന പ്രൈസ് എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് പീരിയഡിൽ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഷോർട്ട് പീരിയഡ് സപ്ലൈയും ഷോർട്ട് പീരിയഡ് ഡിമാൻഡ് കർവിനെയും ബേസ് ചെയ്തിട്ടാണ്. സോ ഡി ഡി എന്ന് പറയുന്നത് ഡിമാൻഡ് കർവ്, എസ് എസ് എന്ന് പറയുന്നത് സപ്ലൈ കർവ്. ദ ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഒ പി ആണ്, ഷോർട്ട് റൺ പ്രൈസ് ആണ്, വേർ ഡിമാൻഡ് ഇസ് ഈക്വൽ ടു സപ്ലൈ. ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒ ക്യു ആണ്. നൗ സപ്പോസ് ദ ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം ഡി ഡി ടു ഡി വണ്ണിലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ സപ്ലൈ കർവ് റിമൈനിങ് ദ സെയിം ആൻഡ് ദ പ്രൈസ് വിൽ ഇൻക്രീസ് ഫ്രം ഒ പി ടു ഒ പി വൺ. At OP1 price, the quantity increases from OQ to OQ1ലേക്ക് ക്വാണ്ടിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഷോർട്ട് റൺ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇയിൽ നിന്ന് E1ലേക്ക് ഷിഫ്റ്റ് ചെയ്യും. Thus increase in quantity is made by increasing the variable factors. നമുക്ക് ഈ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് എങ്ങനെയാണ്? വേരിയബിൾ ഫാക്ടേഴ്സിൽ വരുന്ന മാറ്റങ്ങളാണ്. And by using the scale of plant intensively, അപ്പോൾ മാക്സിമം നമ്മുടെ പ്ലാന്റ് കപ്പാസിറ്റി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സിമിലർലി ഇഫ് ഡിമാൻഡ് കർവ് ഫാൾസ് ടു D2 എന്നുണ്ടെങ്കിൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം താഴത്തേക്ക് വരും, E2ലേക്ക് വരും, വേറെ ദ ഡിമാൻഡും അതേപോലെ തന്നെ സപ്ലൈയും ഈക്വൽ ആവുന്ന പോയിൻറ്റ്. അപ്പോൾ ഇന്ന് E1ലേക്ക് ഷിഫ്റ്റ് ചെയ്ത പോലെ തന്നെ ഡിക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് E2ലേക്ക് equilibrium പോയിൻറ്റും ഡിക്രീസ്ഡ് ആവും. ദ ക്വാണ്ടിറ്റി ഇസ് റെഡ്യൂസ്ഡ് ഫ്രം OQ തൊട്ട് OQ2ലേക്ക് ക്വാണ്ടിറ്റിയും റെഡ്യൂസ്ഡ് ആകുന്നൊരു സിറ്റുവേഷൻ. ദിസ് റിഡക്ഷൻ ഇൻ സപ്ലൈ ഇസ് മെയ്ഡ് ബൈ സ്മോളർ യൂസ് ഓഫ് ദി എക്സിസ്റ്റിംഗ് പ്ലാന്റ്. അപ്പോൾ ഈ ഡിക്രീസ് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? നമ്മുടെ ഓൾറെഡി കപ്പാസിറ്റി ഉള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ വേരിയബിൾ ഫാക്ടേഴ്സിൽ വന്നിട്ടുള്ള ചേഞ്ചസ്. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ചു. അപ്പോൾ കുറച്ചപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രൊഡക്ഷനും അവിടെ കുറഞ്ഞു. ഓക്കെ, ദസ് ഇഫ് ഡിമാൻഡ് ഇൻക്രീസസ് പ്രൈസ് വിൽ ഇൻക്രീസ് ആൻഡ് ഇഫ് ഡിമാൻഡ് ഡിക്രീസസ് പ്രൈസ് വിൽ ഡിക്രീസ് എന്നുള്ളതാണ്. ദ ഫേം ഇൻ ദ ഷോർട്ട് പീരിയഡ് ക്യാൻ പ്രൊഡ്യൂസ് ഔട്ട്പുട്ട് ബൈ ഇൻക്രീസിങ് ദ യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ഫാക്ടേഴ്സ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഔട്ട്പുട്ടിൽ മാറ്റം വരുന്നത്? വേരിയബിൾ ഫാക്ടേഴ്സിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഓക്കെ, ടു വർക്ക് ഓൺ ദി ഫിക്സ്ഡ് ഫാക്ടർ. അപ്പോൾ അവിടെ ഫിക്സ്ഡ് ഫാക്ടേഴ്സിൽ നമുക്ക് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ദ എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദ വേരിയബിൾ ഫാക്ടർ ആൻഡ് ഫിക്സ്ഡ് ഫാക്ടർ ആർ കോൾഡ് വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് റെസ്പെക്റ്റീവ്ലി. അക്കോർഡിംഗ്ലി ഇവിടെ വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദ ആവറേജ് കോസ്റ്റ് ഹാസ് ടു കമ്പോണൻറ്റ്സ്, AFC ആൻഡ് ABC. ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റും ആവറേജ് വേരിയബിൾ കോസ്റ്റും. ഇൻ ദ ഷോർട്ട് period, a firm has to incur fixed cost even if it does not produce. അല്ലേ? ഷോർട്ട് പീരിയഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാധനം പോലും പ്രൊഡ്യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും ഫിക്സ്ഡ് ഫാക്ടറിൽ ചേഞ്ചസ് വരില്ല. ഇപ്പോൾ റെൻറ്റിൻ്റെ കേസിലോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളോ ഒന്നും തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ഫിക്സ്ഡ് തന്നെയാണ്. പ്രൊഡക്ഷൻ നടന്നാലും നടന്നില്ലെങ്കിലും ഫിക്സ്ഡ് ആണ്. Hence, the firm will decide to produce the output only if it is able to cover the AVC. അപ്പോൾ ആവറേജ് വേരിയബിൾ കോസ്റ്റിനെങ്കിലും കവർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് പ്രൊഡക്ഷൻ നടക്കുള്ളൂ. Hence, a firm will decide to produce. അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആവറേജ് വേരിയബിൾ കോസ്റ്റെങ്കിലും അവർക്ക് കവർ ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്. If at any level of output AR is greater than AVC, then the firm will decide to produce the output.
having decided to produce, the firm decides to produce that level of output which yield maximum profit എന്നുള്ളതാണ്. A firm gets maximum profit where MC is equal to MR, marginal cost is equal to marginal revenue. എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്? നമുക്ക് ഒരു യൂണിറ്റെങ്കിലും നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ യൂണിറ്റ് നമ്മൾ സെയിൽ ചെയ്ത് നമുക്ക് കിട്ടുന്ന ആ യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, മാർജിനൽ കോസ്റ്റും മാർജിനൽ റവന്യൂ ഈക്വൽ ആകുന്നതാണ്. ആ ഒരു പോയിൻ്റാണ് മാക്സിമം പ്രോഫിറ്റ് എന്ന് പറയുന്നത്. The process of the price determination by the industry and output adjustment by the firm in the short run are given with the following diagram. അപ്പോൾ ഡയഗ്രാംസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വാണ്ടിറ്റി ഡിമാൻഡും സപ്ലൈയും അതേപോലെ തന്നെ ഫേമിൽ വരുന്ന ചേഞ്ചസ്, ഇൻഡസ്ട്രി ആൻഡ് ഫേം രണ്ട് കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, the price determined by the industry എന്ന് പറയുന്നത് OP. An individual firm can produce and sell any quantity at this price, but any quantity will not give maximum profit. അല്ലേ, നമുക്കൊരു ഇൻഡിവിജ്വൽ ഫേം ആണെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യാം, ഏത് പ്രൈസിന് വേണമെന്നുണ്ടെങ്കിലും അവർക്ക് സെയിൽ ചെയ്യാം. പക്ഷേ എനി ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടുമോ എന്നുള്ളത് നോക്കുക, ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ഫേം എന്ത് ചെയ്യണം? അതിൻ്റെ ഔട്ട്പുട്ട് അതിൻ്റെ OP പ്രൈസിനനുസരിച്ച് നമ്മൾ ഫിക്സ് ചെയ്യണം. ഓക്കെ, അതിനനുസരിച്ചാണ് അറേഞ്ച് ചെയ്യുന്നത്. ഫേം ഹാസ് ടു അഡ്ജസ്റ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ടു ദി OP പ്രൈസ്. എന്നാലാണ് നമുക്ക് ദറ്റ് ഈസ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന പ്രൈസ് ഏതാണെന്നുള്ളത് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദ പ്രോസസ് ഓഫ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ ഇസ് ഷോൺ ഇൻ ദ ഫിഗർ. ദ ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് ഹെൻസ് ഹൊറിസോണ്ടൽ. It can sell all its desires at the existing price and it can sell nothing where there is a slight change in the price. The firm's demand curve itself എന്ന് പറയുന്നത് AR ആണ്. This is because the price is constant. Hence the MR also is equal to AR. Thus D is equal to AR is equal to MR is equal to പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയിന്റിൽ വരുന്ന ചേഞ്ചസ് അനുസരിച്ച്. അപ്പം എപ്പോഴാണ് പ്രോഡക്റ്റ് നമ്മൾ ഒരു ഷോർട്ട് പീരീഡിൽ നമ്മൾ എത്രത്തോളം പ്രോഡക്റ്റ് സെയിൽ വരുന്നുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്ലൈയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്കുള്ളത് ഷട്ട് ഡൗൺ പോയിൻറ്റും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. സോ ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ താങ്ക് യു.